ഇന്ന് ദീപാവലി ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് ചിരാത് കത്തിക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ വിളക്കൊളുത്തണ നേരമായപ്പോഴേക്ക് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത്. അപ്പൊ പിന്നെ എന്താവും സ്ഥിതി എന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. എന്നാലും ഞങ്ങൾ വിളക്കും കാര്യങ്ങളൊക്കെ കൊളുത്തി നന്നായി പ്രാർത്ഥിച്ചു. ഇതേ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇത് എല്ലായിടത്തും ഇടും ചെയ്തു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇതേ മഴയൊക്കെ നന്നായി തോർന്നിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ തേജു തൊയിരം തരണില്ല ഏട്ടാ, നമുക്ക് ചിരാത് കത്തിക്കാന്ന് ചോദിച്ചിട്ട്. അപ്പൊ നമ്മൾ കാർത്തിക വിളക്കിനൊക്കെ കത്തിച്ചിട്ടുള്ളത് ഇത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം എടുത്തു. എല്ലാതും എടുത്തില്ല കേട്ടോ, കുറച്ചെടുത്തുള്ളൂ. മൊത്തത്തിൽ കത്തിക്കാനുള്ള പ്ലാൻ ഇല്ല, കാരണം വിൻഷാട്ടില്ലല്ലോ. പിന്നെ ഇതേ മഴ പെയ്ത് തോർന്നുകൊണ്ടാണ് ആവട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലേറ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു സമയമായപ്പോ. പിന്നെ ഞാനും ആരും തേജും കൂടിയിട്ട് ഇതേ ചിരാതൊക്കെ കത്തിക്കാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പൊ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ദീപാവലിക്ക് കത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കാർത്തിക വിളക്കിന് നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് കത്തിച്ചു കിട്ടും. അതുപോലെ തന്നെ അയ്യപ്പ വിളക്കിനും അതേട്ടോ നന്നായി കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് വിൻഷാട്ടുള്ളതുകൊണ്ട് തന്നെ മുകൾ ഭാഗവും എല്ലായിടത്തും വിൻഷാട്ടിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അടിയത്തെ മാത്രമായിട്ട് ഞാൻ കത്തിച്ചുള്ളൂ. പക്ഷെ ഇന്ന് ഞങ്ങൾ ഫ്രണ്ടിൽ കുറച്ച് മാത്രം വെച്ചിട്ട് ഇത് എങ്ങനെ കത്തിക്കാട്ടോ ചെയ്തത്. പിന്നെ തേജു ഞാനും ആരും കൂടിയിട്ട് ഇതേ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയാട്ടോ കത്തിച്ചത്. പിന്നെ സ്റ്റെപ്പുമ്മൊക്കെ ഓൾറെഡി വെള്ളമൊക്കെ വീണിട്ട് ആകെ മൊത്തം ചളി പിളിയാടുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറേ അങ്ങോട്ട് ഇതാക്കാൻ നിന്നില്ല, ചെറിയ രീതിക്ക് കേട്ടോ. അപ്പൊ കാണാണ്ടല്ലോ നിങ്ങൾക്ക്, ചെറിയ രീതിക്ക് കത്തിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ തേജുവിന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ പടക്കം പൊട്ടിക്കണ സൗണ്ട് കേട്ടപ്പോൾ അവന് അടുത്തത് പടക്കം പൊട്ടിക്കാനായിട്ട് ആഗ്രഹം. പക്ഷെ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. പടക്കം പൊട്ടിക്ക് പോയിട്ട് ഈ കമ്പിപ്പുത്തിരി കത്തിക്കാൻ പോലുള്ള ധൈര്യം കേട്ടോ. അവന് ഭയങ്കര പേടിയായിട്ട് ഇത് തെറിക്കണ കാരണം. പിന്നെ വിൻഷാട്ടില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കും അതേട്ടാ പടക്കം പൊട്ടിക്കാനുള്ള ധൈര്യം. എന്നാലും ഞങ്ങൾ കമ്പിപ്പുത്തിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ അതെല്ലാം കത്തിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് തേജു എന്റെ അടുത്തേക്ക് വന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.